ഹലോ, ഇന്ന് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ ഫോർ മീൻ ഓൾറെഡി പഠിച്ചൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വി ആർ ഗിവൺ വിത്ത് ദ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ ദ മീൻ മാസ് ഈസ് 0.5 ഇൻ്റർവെൽ 0.56 0.57. The question asks, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എന്താണ് മീൻ ചെയ്യുന്നത്? നിങ്ങൾക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മീൻ ഈസ് ഗിവൺ ആസ് ഇൻ്റർവെൽ 0.56 0.57. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആൽഫ എന്ത് വരും? 0.05 വരും. നമ്മൾ ഓൾറെഡി കാണാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 100 ഇൻറ്റു 1 മൈനസ് ആൽഫയാണ് 95. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് ആൽഫ 0.95 കിട്ടും. ദാറ്റ് ഈസ് ആൽഫ ഇസ് ഈക്വൽ ടു 0.05. ദാറ്റ് ഈസ് ആൽഫ 0.05 ആണ്. ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് ആൽഫ വരും. ദെൻ ദിസ് ഇൻ്റർവെൽ മീൻസ് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് mu between 0.56 and 0.57 is 1 minus alpha. 1 minus alpha is obtained as 0.95. അതായത് പോപ്പുലേഷൻ നമുക്ക് തന്നിട്ടുള്ള പോപ്പുലേഷൻ്റെ മീന് 0.56നും 0.57നും ബിറ്റ്വീൻ ലൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.95 ആണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതല്ലെങ്കിൽ നമുക്ക് സാമ്പിളിൻ്റെ ടേംസിൽ വേണമെങ്കിൽ പറയാം. നമ്മൾ ചൂസ് ചെയ്യുന്ന സാമ്പിളിൽ 95% സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാലും അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സാമ്പിൾ മീന് ഈ ഒരു വാല്യൂവിൻ്റെ അകത്ത് കിട്ടും. ബാക്കി 5% സാമ്പിൾസ് മാത്രം അവിടെ നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മേ ബി നമുക്ക് മീൻ വാല്യൂ സാമ്പിൾ മീൻ വാല്യൂ ഔട്ട്സൈഡ് ദ ഇൻ്റർവെൽ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയും വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് 95% സാമ്പിൾസും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിൾ മീന് ഈ ഒരു ഇൻ്റർവെലിനകത്ത് വരും. ബാക്കി 5% മാത്രം ഈ ഒരു ഇൻ്റർവെലിന് ഔട്ട്സൈഡ് ഉള്ള വാല്യൂ ആയിരിക്കും സാമ്പിൾ മീനായിട്ട് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ നോർമൽ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ദ വാല്യൂ ഓഫ് സിഗ്മ നോൺ. സിഗ്മ അറിയാം, നമുക്ക് സിഗ്മ തന്നിട്ടുണ്ട്. ദെൻ ദ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോൺഫിഡൻസ് ലെവൽ ഫോർ ദ ഇൻ്റർവെൽ? അതായത് കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് ഓർ മൈനസ് 2.81 സിഗ്മ ബൈ റൂട്ട് 10. ഇത് ഇൻ്റർവെല്ലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒറ്റ ടേം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു എന്നുള്ളൂ. ഈ ഒരു ഇൻ്റർവെല്ലിനെയാണ് നമ്മളിവിടെ എക്സ് പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. അതായത് ആ ഇൻ്റർവെല്ലിൻ്റെ ലിമിറ്റ്സ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പം ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കോൺഫിഡൻസ് ഇൻ്റർവെല്ല്. ഈ ഒരു കോൺഫിഡൻസ് ഇൻ്റർവെല്ലിന് കിട്ടണമെങ്കിൽ കോൺഫിഡൻസ് ലെവൽ എത്രയായിരിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കോൺഫിഡൻസ് ലെവൽ എന്താണ്? 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജിനെയാണ് നമ്മൾ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഇൻ്റർവെൽ ഇതാണ്. ഈ ഇൻ്റർവെല്ലിൻ്റെ അകത്ത് ആൽഫ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ലെവൽ എത്രയെന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കുക, സെറ്റ് ആൽഫ ബൈ 2ൻ്റെ പ്ലേസിൽ നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? സെറ്റ് എന്താണ് നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ ഫോം എന്താണ്? എക്സ് ബാർ മൈനസ് സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് 10 കോമ എക്സ് ബാർ പ്ലസ് സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് 10. ഇതാണ് പോപ്പുലേഷൻ മീനിൻ്റെ 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവെല്ല്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സെറ്റ് ആൽഫ ബൈ 2 എന്താണ്? 2.81. സെറ്റ് ആൽഫ ബൈ 2.81. ദാറ്റ് മീൻസ് നമ്മൾ ഇൻ്റർവെല്ല് വരച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സെറ്റ് ആൽഫ ബൈ 2 എന്ന് പറയുന്ന പോയിന്റ്. ഈ ഒരു പോയിന്റ് നമുക്ക് 2.81 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഈ 2.81ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 5 ഓഫ് സെറ്റ് ആൽഫ ബൈ 2 ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ നോക്കാം, ഇവിടുത്തെ സെറ്റ് ആൽഫ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ടുള്ള ഏരിയ ആൽഫ ബൈ 2 ആണ്. റൈറ്റിലോട്ടുള്ള ഏരിയ ആൽഫ ബൈ 2 ആണ്. ലെഫ്റ്റിലോട്ടുള്ള ഏരിയ 1 മൈനസ് ആൽഫ ബൈ 2 ആണ്. അതായത് ഇത് സെറ്റ് ആൽഫ ബൈ 2 ആണെങ്കിൽ 5 ഓഫ് സെറ്റ് ആൽഫ ബൈ 2 നമുക്ക് കിട്ടുന്നത് 1 മൈനസ്
ആൽഫ ബൈ ടു ആണ്. 1 മൈനസ് ആൽഫ ബൈ ടു ആണ് ഫൈ ഓഫ് സെറ്റ് ആൽഫ ബൈ ടു ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി സെറ്റ് ആൽഫ ബൈ ടു നമുക്ക് 2.81 തന്നിട്ടുണ്ടെങ്കിൽ നോക്കാം. സെറ്റ് ആൽഫ ബൈ ടു 2.81 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യുക? ഫൈ ഓഫ് സെറ്റ് ആൽഫ ബൈ ടു വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. നമുക്ക് ടേബിൾ നോക്കാമല്ലോ. സെറ്റ് ആൽഫ ബൈ ടു 2.81 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് സെറ്റ് ആൽഫ ബൈ ടു ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് 2.1. ഫൈ ഓഫ് 2.1 നമുക്ക് സെറ്റ് കർവ് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 0.9975. ഇത് ടേബിൾ നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇൻ്റർവെലിനകത്ത് തന്നിട്ടുള്ള സെറ്റ് ആൽഫ ബൈ ടു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.81 ആണ്. അപ്പോൾ നമ്മൾ ഫൈ ഓഫ് സെറ്റ് ആൽഫ ബൈ ടു വാല്യൂ ഇവാലുവേറ്റ് ചെയ്തു. നമുക്ക് 0.9975 ആണ് കിട്ടുക. ഇനി ഫൈ ഓഫ് സെറ്റ് ആൽഫ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വാല്യൂ മീൻ ചെയ്യുന്നത് നമുക്ക് സെറ്റ് ആൽഫ ബൈ ടു ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 2.81 ആണ് നമ്മുടെ സെറ്റ് ആൽഫ ബൈ ടു. ദാറ്റ് മീൻസ് റൈറ്റിലോട്ടുള്ള ഏരിയ ആൽഫ ബൈ ടു, ലെഫ്റ്റിലോട്ടുള്ള ഏരിയ 1 മൈനസ് ആൽഫ ബൈ ടു. അപ്പോൾ നമുക്ക് ഫൈ ഓഫ് ദിസ് വാല്യൂ, ഫൈ ഓഫ് സെറ്റ് ആൽഫ ബൈ ടു, അതായത് ഫൈ ഓഫ് 2.81 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്താണ്? 1 മൈനസ് ആൽഫ ബൈ ടു ആണ്. 1 മൈനസ് ആൽഫ ബൈ ടു. അപ്പോൾ നമ്മളിവിടെ 1 മൈനസ് ആൽഫ ബൈ ടു എന്ന് കൊടുക്കുക. കാരണം എന്താണ്? ഫൈ ഓഫ് സെറ്റ് ആൽഫ ബൈ ടു നമ്മൾ 0.9975 എന്ന് കണ്ടുപിടിച്ചു. ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ ബൈ ടു. ഇവിടെ നിന്ന് നമ്മൾ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമുക്ക് 1 മൈനസ് ആൽഫ ബൈ ടു കിട്ടി. അവിടെ നിന്ന് ആൽഫ ബൈ ടു കാണാം. ദെൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ കിട്ടി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോൺഫിഡൻസ് ലെവലാണ്. ദാറ്റ് ഈസ് 100 മൈനസ് 1 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് എത്രയാണ്? ദാറ്റ് ഈസ് 100 ഇൻറ്റു 1 മൈനസ് ഇവിടെ എത്രയാണ്? 0.005. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 0.995. ദാറ്റ് ഈസ് ഈക്വൽ ടു 99.5%. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഇൻ്റർവെല്ലിൽ 99.5% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മ്യൂ ആണ്. അപ്പം നമ്മൾ ചെയ്തത് ഇത്രയാണ്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം. ഫൈ ഓഫ് സെറ്റ് ആൽഫ ബൈ ടു ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ ബൈ ടു. ഇത് നിങ്ങൾ ജനറലായിട്ട് മനസ്സിലാക്കിയാലും മതി. ഇത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഈ ഒരു കർവ് വരച്ചിട്ടാണ്. ഇതാണ് സെറ്റ് ആൽഫ ബൈ ടു എങ്കിൽ ഇങ്ങോട്ടുള്ള ഏരിയ ആൽഫ ബൈ ടു ആണ്. റിമൈനിങ് ടോട്ടൽ ഏരിയ 1 ആയതുകൊണ്ട് റിമൈനിങ് ഏരിയ 1 മൈനസ് ആൽഫ ബൈ ടു വരും. ഇനി ഈ ഒരു പോയിന്റിന് ലെഫ്റ്റിലോട്ടുള്ള ഏരിയ ആണ് ഇത്. ബൈ ഡെഫിനിഷൻ നമുക്കറിയാം, ഫൈയുടെ ഡെഫിനിഷൻ വെച്ചിട്ട് ഫൈ ഓഫ് സെറ്റ് ആൽഫ ബൈ ടു ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ ബൈ ടു എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി സെറ്റ് വാല്യൂ ആൽഫ വാല്യൂ കണ്ടുപിടിച്ചത്. നമുക്ക് സെറ്റ് ആൽഫ ബൈ ടു തന്നിട്ടുണ്ട് 2.81. അപ്പോൾ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ടേബിൾ നോക്കി കണ്ടുപിടിച്ചു. ദെൻ ഇവിടുന്ന് ആൽഫ സോൾവ് ചെയ്തു. ദെൻ 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what value of set alpha by 2 in the confidence interval results in a confidence level of 99.7%. അതായത് 99.7% കോൺഫിഡൻസ് ഇൻ്റർവെൽ ആണ് നമുക്ക് ആവശ്യമെങ്കിൽ സെറ്റ് ആൽഫ ബൈ ടുവിൻ്റെ വാല്യൂ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ 99.7% കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ദ കറസ്പോണ്ടിങ് സെറ്റ് ആൽഫ ബൈ ടു വാല്യൂ. അപ്പോൾ സെറ്റ് ആൽഫ ബൈ ടു വാല്യൂ ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് ഈസ് ഗിവൺ ആസ് 99.7%. ദെൻ 1 മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു 0.997. ദെൻ ആൽഫ ഈസ് ഈക്വൽ ടു 0.003. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ വേണ്ടത്? നമുക്ക് സെറ്റ് ആൽഫ ബൈ ടു വാല്യൂ.
then alpha by 2 is equal to 0.0015. Then phi of z alpha by 2 is equal to നമുക്കറിയാം 1 മൈനസ് ആൽഫ ബൈ 2 ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. ദെൻ ഇവിടെ നിന്ന് നമ്മൾ 1 മൈനസ് ആൽഫ ബൈ 2 കണ്ടുപിടിക്കുക. 1 മൈനസ് ആൽഫ ബൈ 2 ഈസ് ഈക്വൽ ടു 0.9985. ദാറ്റ് ഈസ് phi of z alpha by 2 is equal to 0.9985. ഇനി നമുക്ക് സെറ്റ് കർവ് ചെക്ക് ചെയ്യുക. സെറ്റ് കർവ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ കിട്ടുന്ന സെറ്റ് ആൽഫ ബൈ 2 വാല്യൂ ഏതാണെന്ന് നോക്കുക. കറസ്പോണ്ടിങ് സെറ്റ് ആൽഫ ബൈ 2 വാല്യൂ ടേബിൾ നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടുന്നത് 2.96 എന്നാണ് കിട്ടുക. ടേബിൾ നോക്കാൻ അറിയാലോ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. phi of z alpha by 2 is equal to 1 minus alpha by 2. Next question വരുന്നത് assume that the helium porosity of cold samples taken from any particular stream is normally distributed with true standard deviation. Standard deviation തന്നിട്ടുണ്ട്. പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് 0.75. Compute a 95% confidence interval for the true average porosity of a certain stream if the average porosity of 20 specimens, that is sample space is 20, from the stream was 4.85. Average porosity of the sample is given as 4.85. That is x bar is given as 4.85. We want to find 95% confidence interval. ഇത് 7 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രൂഫിൻ്റെ സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. കോൺഫിഡൻസ് ഇൻ്റർവെൽ കാണാനുള്ള പ്രൂഫിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പി ഓഫ് സെറ്റ് ആൽഫ ബൈ 2 ലെസ് ദാൻ സെറ്റ് ആൽഫ ബൈ 2 ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ദെൻ നമുക്കിവിടെ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ആൽഫയുടെ വാല്യൂ 0.05 വരും. സെറ്റ് ആൽഫ ബൈ 2 വാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.96 കിട്ടും. ആ വാല്യൂ കൊടുത്തിട്ട് നമ്മൾ അവിടെ കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നമ്മളിവിടെ സെറ്റിന് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ √n കൊടുക്കും. എക്സ് ബാറിൻ്റെ വാല്യൂ നമുക്കറിയാം, സിഗ്മയുടെ വാല്യൂ അറിയാം, എന്നിൻ്റെ വാല്യൂ അറിയാം. ദെൻ മ്യൂ സിമ്പിൾ, അതായത് പി ഓഫ് T1 ലെസ് ദാൻ മ്യൂ ലെസ് ദാൻ T2 ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ വരുന്നത് വരെ സോൾവ് ചെയ്യുക. ആ കിട്ടുന്ന ലിമിറ്റ്സ് വെച്ചിട്ട് ഇൻ്റർവെൽ എഴുതുക. 7 മാർക്കാണെങ്കിൽ ആക്ച്വലി നമ്മൾ ജനറൽ പ്രൂഫ് പറഞ്ഞ അതേ മെത്തേഡിൽ ചെയ്യുക. അവിടെ നമ്മൾ എക്സ് ബാറിനും സിഗ്മയ്ക്കും ആൽഫയ്ക്കും ഒക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതല്ല 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ജനറലി അറിയാം പോപ്പുലേഷൻ മീനിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ എക്സ് ബാർ മൈനസ് സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √n കോമ എക്സ് ബാർ പ്ലസ് സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √n ആണ്. ഇവിടെ നമുക്ക് എല്ലാ വാല്യൂസും അവൈലബിൾ ആണ്. വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് ബാർ അറിയാം, സിഗ്മ അറിയാം, എൻ അറിയാം. ദെൻ ആൽഫ 95% കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ്. ആൽഫ 0.05 കിട്ടും. സെറ്റ് ആൽഫ ബൈ 2 1.96 കിട്ടും. ഇതൊക്കെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ. ദെൻ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേ വേണ്ടുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഇൻ്റർവെൽ കിട്ടും. കോൺഫിഡൻസ് ഇൻ്റർവെൽ ഈസ് ഒബ്റ്റൈൻഡ് ആസ് 4.52, 5.18. Okay. Next question. ജനറലി പ്രൂഫ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? ഒന്നില്ലെങ്കിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് വിഷമമില്ല. അതല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ സെറ്റ് ആൽഫ ബൈ 2 മൈനസ് സെറ്റ് ആൽഫ ബൈ 2 സെറ്റ് ലെസ് ദാൻ സെറ്റ് ആൽഫ ബൈ 2 ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിലാണെങ്കിൽ ജനറൽ പ്രൂഫ് ചെയ്യുന്ന മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? വി റൈറ്റ് പി ഓഫ് സെറ്റ് ആൽഫ ബൈ 2 1.96 ആണ്. ഹിയർ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ √n less than 1.96 is equal to 1 minus alpha 0.95. This is equal to
പി ഓഫ് -1.96 ലെസ് ദാൻ എക്സ് ബാർ നമുക്കറിയാം എക്സ് ബാർ ഈസ് 4.85 മൈനസ് മ്യൂ സിഗ്മ അറിയാം 0.75 n 20 ആണ് ലെസ് ദാൻ 1.96 ഈക്വൽ ടു 0.95. ഇനി സിംപ്ലിഫൈ ചെയ്തിട്ട് സം പി ഓഫ് T1 ലെസ് ദാൻ മ്യൂ ലെസ് ദാൻ T2 ഈക്വൽ ടു 0.95 എന്നുള്ള ഫോമിലേക്ക് ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുക. ഈ ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 4.85 മൈനസ് ചെയ്യുക, എന്നിട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യുക, ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൂഫ് ചെയ്ത അതേപോലെ. അപ്പോൾ ഇവിടെ കിട്ടുന്ന T1 T2 എന്താണോ അതായിരിക്കും നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിലെ തന്നെ കമ്പ്യൂട്ട് 98% confidence interval for the true average porosity of another stream based on 16 specimens and sample average 4.56. 98% confidence interval means alpha is equal to 0.02. ദെൻ സെറ്റ് ആൽഫ ബൈ 2 വാല്യൂ കണ്ടുപിടിക്കുക. സെറ്റ് ആൽഫ ബൈ 2 വാല്യൂ കണ്ടുപിടിക്കാൻ ഡൗട്ട് ഇല്ലല്ലോ. നമുക്കറിയാം ഫൈ ഓഫ് സെറ്റ് ആൽഫ ബൈ 2 ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ ബൈ 2. ഹിയർ ആൽഫ ഈസ് ഒബ്റ്റൈൻഡ് ആസ് 0.02. ദെൻ 1 മൈനസ് ആൽഫ ബൈ 2 ഈസ് ഈക്വൽ ടു 0.01, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.99. 0.99 കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് കർവിൽ വരുന്ന വാല്യൂ ഏതാണോ അതാണ് സെറ്റ് ആൽഫ ബൈ 2ൻ്റെ വാല്യൂ ആയിട്ട് വരിക. അപ്പോൾ സെറ്റ് ആൽഫ ബൈ 2ൻ്റെ വാല്യൂ നമുക്ക് 2.33 എന്ന് കിട്ടും. 2.33. ദെൻ ഈ വാല്യൂസൊക്കെ നമ്മുടെ ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എക്സ് ബാർ മൈനസ് എക്സ് ബാർ നമുക്ക് കിട്ടി, n കിട്ടി, സെറ്റ് ആൽഫ ബൈ 2 കിട്ടി. നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റർവെൽ കിട്ടി. ഇൻ്റർവെൽ വരുന്നത് 4.12,5 വരും. ഇക്വേഷൻ അറിയാം, വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂസൊക്കെ ഗിവണുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ലാർജ് എ സാമ്പിൾ സൈസ് ഈസ് നെസസറി? n ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇഫ് ദ വിഡ്ത്ത് ഓഫ് ദ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഈസ് 0.4. വിഡ്ത്ത് നമുക്ക് തന്നിട്ടുള്ളത് 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മീന്. ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്ത് 0.4 തന്നിട്ടുണ്ട്. നമുക്കറിയാം ജനറലി കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മീൻ എന്താണ്? എക്സ് ബാർ മൈനസ് സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10 കോമ എക്സ് ബാർ പ്ലസ് സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10. ഈ ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ് നമ്മൾ കാണുക? എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ് നമ്മൾ കാണുക? ബി മൈനസ് എ അല്ലേ? അതായത് 5, 8 എന്നുള്ള ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 8 മൈനസ് 5 ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ നമുക്കറിയാം. ഈ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്ത് നോക്കുക. വിഡ്ത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബി മൈനസ് എ, ദാറ്റ് ഈസ് എക്സ് ബാർ. ഇവിടുത്തെ ബി ഏതാണ്? എക്സ് ബാർ പ്ലസ് സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10 മൈനസ് എ എക്സ് ബാർ മൈനസ് സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10 മൈനസ് എക്സ് ബാർ പ്ലസ് സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10. എക്സ് ബാർ മൈനസ് എക്സ് ബാർ ക്യാൻസൽഡ്, ബാക്കി 2 ടൈംസ് സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10 എന്ന് വരും. അപ്പം ആൾവേസ് ഏത് കേസിലായാലും പോപ്പുലേഷൻ മീനിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10 ആണ്. ദ വിഡ്ത്ത് ഓഫ് ദ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മീൻ ഈസ് ഓൾവേസ് ഒബ്റ്റൈൻഡ് ആസ് 2 സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10. അപ്പം നമ്മളോട് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഈ വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ആൽഫ വാല്യൂ നമുക്ക് കിട്ടും, കാരണം
കോൺഫിഡൻസ് ലെവൽ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ളത് 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ, ദാറ്റ് മീൻസ് ആൽഫ ഈസ് ഈക്വൽ ടു 0.05, സെറ്റ് ആൽഫ ബൈ 2 ഈസ് ഈക്വൽ ടു 1.96, ദെൻ വിഡ്ത്ത് 0.4 എന്നും തന്നിട്ടുണ്ട്. n കണ്ടുപിടിക്കണം. കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്ത് നമ്മൾ പറഞ്ഞു 2 സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10 ആണ്. ദിസ് ഈസ് ഗിവൺ ആസ് 0.4. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു സെറ്റ് ആൽഫ ബൈ 2 1.96 ഇൻറ്റു സിഗ്മ വാല്യൂ, പോപ്പുലേഷൻ്റെ സിഗ്മ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതെപ്പോഴും സെയിം തന്നെയാണ് 0.75 ഡിവൈഡഡ് ബൈ √10 ഈക്വൽ ടു 0.4. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് √10ൻ്റെ വാല്യൂ കിട്ടും. √10ൻ്റെ വാല്യൂ കിട്ടുന്നത് നമുക്ക് 7.35 എന്നാണ്. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ n-ൻ്റെ വാല്യൂ 54 എന്ന് കിട്ടും. എപ്പോഴും അതിൻ്റെ നെക്സ്റ്റ് ഇൻറ്റീജർ പോയിന്റ് വരികയാണെങ്കിൽ നെക്സ്റ്റ് ഇൻറ്റീജർ ആയിട്ട് n എടുക്കുക. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 55 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വിഡ്ത്ത് ഓഫ് ദ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഈസ് ഓൾവേസ് 2 സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how much must the sample size of n be increased if the width of the confidence interval for the mean is halved? അതായത് കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്ത് ഹാഫ് ആക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് സാമ്പിൾ സൈസ് എത്രയായിട്ട് ഇൻക്രീസ് ചെയ്യണം? നമുക്കറിയാം വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്? വിഡ്ത്ത് ഹാഫ് ആക്കുക. വിഡ്ത്ത് ഹാഫ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ വിഡ്ത്ത് ഈസ് w dash equal to w by 2. This is equal to 2 set alpha by 2 sigma by √10 divided by 2. This can be written as this is equal to 2 z alpha by 2 sigma by 2 √10. Then ഈ 2നെ നമ്മൾ റൂട്ടിനകത്തോട്ട് എടുക്കുകയാണെങ്കിൽ this is 2 z alpha by 2 sigma by √4 എന്ന് വരും. അതായത് വിഡ്ത്ത് നമ്മൾ ഹാഫായിട്ട് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ n-ൻ്റെ സൈസ് എന്ന് സാമ്പിളിൻ്റെ സൈസ് 4 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് വി ഹാവ് ടു ഇൻക്രീസ് n ബൈ 4 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. ഇനി ഇതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഇഫ് ദ സാമ്പിൾ സൈസ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 25, അതായത് n എന്നുള്ളത് നമ്മൾ 25 n ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഡ്ത്തിൽ എന്ത് ഡിഫറൻസ് വരും? ആക്ച്വലി നമ്മുടെ വിഡ്ത്ത് w ഈസ് ഈക്വൽ ടു 2 സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10 ആണ്. ഇനി 25 n ആയിട്ട് സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്തതിന് ശേഷമുള്ള വിഡ്ത്ത് നോക്കാം. 2 സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √25 എന്ന് വരും. n-ൻ്റെ പ്ലേസിൽ 25n. That is equal to 2 z alpha by 2 sigma by 25ൻ്റെ റൂട്ട് 5 √10. This is equal to 1/5 2 z alpha by 2 sigma by √10. This value, we know that this value is the original width, that is 1/5 w. അതായത് സാമ്പിൾ സൈസ് 25 ടൈംസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്ത്ത് എന്ത് ചെയ്യും? 1/5 ഫാക്ടറായിട്ട് ഡിക്രീസ് ചെയ്യും. ഇറ്റ് ഡിക്രീസസ് ടു w/5. ക്ലിയർ ആണല്ലോ? ഈ ഒരു ഇക്വേഷൻ, വിഡ്ത്തിൻ്റെ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് രണ്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the mean age at death of 64 men, that is sample size is given as 64, in an occupation is 52.4, that is mean age of the sample is given as 52.4, with standard deviation 10.2, that is sigma is 10.2. What are the 98% confidence interval for the mean of all men in the occupation? അപ്പോൾ പോപ്പുലേഷൻ്റെ മീനിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് വേണ്ടത്. 98% മീൻസ് സെറ്റ് ആൽഫ ബൈ 2 നമുക്ക് കണ്ടുപിടിക്കാം.
ആൽഫയുടെ വാല്യൂ എന്ത് വരും? ആൽഫ ഈസ് ഈക്വൽ ടു 0.02. സെറ്റ് ആൽഫ ബൈ 2 ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.33 കിട്ടും. അപ്പോൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ട എല്ലാ ടേംസും കിട്ടി. കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്താണ്? എക്സ് ബാർ മൈനസ് സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10 കോമ എക്സ് ബാർ പ്ലസ് സെറ്റ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10. ഇതിൽ അപ്ലൈ ചെയ്യേണ്ട എല്ലാ വാല്യൂസും കിട്ടി. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, നമുക്ക് കോൺഫിഡൻസ് ഇൻ്റർവെൽ കിട്ടും. ഇതൊക്കെ 3 മാർക്കിനാണെങ്കിലാണ്. 7 മാർക്കിനാണെങ്കിൽ ബെറ്റർ നിങ്ങൾ പ്രൂഫ് ചെയ്യുന്ന സെയിം വേസിൽ കോൺഫിഡൻസ് ഇൻ്റർവെൽ കാണുന്നതായിരിക്കും. അത് നമ്മൾ ഒരു വട്ടം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഇനി പറയുന്നില്ല. സിമിലർലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതേപോലെ കോൺഫിഡൻസ് ഇൻ്റർവെൽ കാണാനാണ്. എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 10, that is n is given as 10 from a population with a standard deviation. ഇവിടെ റാൻഡം സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളത്. എസ് ആണ്, സോറി അല്ല പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണ് അല്ലേ. റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 10 ഫ്രം എ നോർമൽ പോപ്പുലേഷൻ വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണ്. സിഗ്മ 5 തന്നിട്ടുണ്ട്. ആൻഡ് ഈ 10 ഒബ്സർവേഷൻസ് നമ്മൾ എടുക്കുന്ന സാമ്പിളിലെ 10 ഒബ്സർവേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 10 ഒബ്സർവേഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, വാല്യൂസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ. 95% പറയുമ്പോൾ ആൽഫ 0.05 വരും, സെറ്റ് ആൽഫ ബൈ 2 1.96 വരും. പക്ഷെ നമുക്ക് എക്സ് ബാർ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എക്സ് ബാർ ഇവാലുവേറ്റ് ചെയ്യാമല്ലോ. സാമ്പിൾ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ സാമ്പിൾ മീൻ കണ്ടുപിടിക്കാമല്ലോ. ഇത് XI വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു x1 പ്ലസ് ഇവിടെ എത്ര ടേംസ് ഉണ്ട്? x10 വരെ ഡിവൈഡഡ് ബൈ n, ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 10. അതായത് ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യുക, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ബാറിൻ്റെ വാല്യൂവും കിട്ടും. ഇപ്പം എല്ലാ വാല്യൂസും കിട്ടി. ഇനി കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മേ ബി വാല്യൂസ് സാമ്പിളിനകത്ത് വാല്യൂസ് ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അവിടെ നമുക്ക് എക്സ് ബാർ തരില്ല. അപ്പോൾ നമുക്കറിയാം സാമ്പിൾ മീൻ കാണാനുള്ള ഇക്വേഷൻ സമ്മേഷൻ XI ബൈ n യൂസ് ചെയ്തിട്ട് എക്സ് ബാർ ഇവാലുവേറ്റ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The diameter of a cylindrical rod is assumed to be normally distributed with variance of 0.05. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് വേരിയൻസ് 0. അതായത് സിഗ്മ സ്ക്വയർ ആണ് തന്നിട്ടുള്ളത് 0.04. Then we can write sigma is equal to 0.2. Next, a sample of 25 rods, that is n is equal to 25, has a mean, that is sample mean is 4.5. We have to find 95% confidence interval. Again alpha 0.05 വരും, സെറ്റ് ആൽഫ ബൈ 2 1.96 വരും. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വേറെ ഡിഫറൻസസ് ഒന്നും വരുന്നില്ല. അതുപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. The diameter of 200 ball bearings, that is sample size is 200, made by a machine during a week were found to have a mean, that is sample mean is 0.824 and standard deviation. ഇവിടെ നമുക്ക് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളത്. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളത്. നോക്കാം. ദ ഡയമീറ്റർ ഓഫ് 200 ബോൾ ബിയറിംഗ്സ് മെയ്ഡ് ബൈ മെഷീൻ ഡ്യൂറിങ് എ വീക്ക് വർ ഫൗണ്ട് ടു ഹാവ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ആണ് തന്നിട്ടുള്ളത് 0.042. ദെൻ വി ഹാവ് ടു ഫൈൻഡ് 90% കോൺഫിഡൻസ് ഇൻ്റർവെൽ. അപ്പോൾ ഇവിടെ 90% മീൻസ് ആൽഫ ഈസ് ഈക്വൽ ടു 0.1. ദെൻ സെറ്റ് ആൽഫ ബൈ 2 വിൽ ബി ഒബ്റ്റൈൻഡ് ആസ് 1.65. ഈ കേസിൽ നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സിഗ്മ അൺനോണും സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് നോണും ആണെങ്കിൽ ഈ കേസസിൽ നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്താണ്?
എക്സ് ബാർ മൈനസ് സെഡ് ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് 10 കോമ എക്സ് ബാർ പ്ലസ് സെഡ് ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് 10. അപ്പോൾ ഇവിടുത്തെ ബാക്കി എല്ലാ ടേംസും നമുക്കറിയാം. എക്സ് ബാർ കിട്ടി, സെഡ് ആൽഫ ബൈ 2 കിട്ടി, എസ് കിട്ടി, എൻ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മീൻ കിട്ടും. അപ്പം ആ കോൺഫിഡൻസ് ഇൻ്റർവെലിൻ്റെ ഇക്വേഷൻ അറിയാം. 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ജനറലായിട്ട് പ്രൂവ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കും. 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രൂഫിൻ്റെ സ്റ്റെപ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എല്ലായിടത്തും സെയിം തന്നെയാണ്. ആ സ്റ്റെപ്പ് ജനറലായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രൂഫ് എഴുതിയിട്ടുണ്ട്. അത് കോമൺ ആയിട്ട് പഠിച്ചു വയ്ക്കുക. അതുപോലെ പിന്നെ അറിയേണ്ട കാര്യം പറഞ്ഞത് phi of z alpha by 2 is equal to 1 minus alpha. അതുപോലെ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മീനിൻ്റെ width of the confidence interval for mean is 2 z alpha by 2 sigma by root 10. ഇനി എസ് ആണ് തന്നിട്ടില്ലെങ്കിൽ ഇവിടെ എസ് ബൈ റൂട്ട് 10 വരും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മീൻ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന പ്രോബ്ലംസ്. ഇനി ഇതേപോലെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ വി വാണ്ട് ടു ഫൈൻഡ് കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ പി. പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെൽ കാണാൻ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ചെയ്യാം. അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക്